എല്ലാവർക്കും ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഓരോരോ ആവശ്യങ്ങളും ഓരോരോ കാര്യങ്ങളും നേടാൻ വേണ്ടി ഓരോ മന്ത്രങ്ങളും ഓരോ നാമങ്ങളും നിത്യം ഉരുവിടുന്നവരായിരിക്കാം. ചെറുപ്പകാലം മുതലേ അതിശക്തമായിട്ടുള്ള പല മന്ത്രങ്ങളും നിങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അതെല്ലാം കൃത്യസമയത്ത് തന്നെയാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിലാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പുനഃപരിശോധിക്കാം. ഏത് മന്ത്രം ആണ് നമ്മൾ ചൊല്ലുന്നത് എങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് ആ മന്ത്രം നമുക്ക് സക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു വ്യക്തിയും അറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിക്കുന്ന ഭഗവാനാണ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി. സ്വാമിയുടെ ഒരുപാട് മന്ത്രങ്ങൾ, 108 നാമങ്ങൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിശക്തമായിട്ടുള്ള കുറച്ച് നാമങ്ങളാണ്, അതായത് നമുക്ക് ദിവസവും ഉരുവിടാനും പറ്റുന്ന, അതായത് ഏത് സാഹചര്യത്തിലും ജോലി ചെയ്യുമ്പോഴായിക്കോട്ടെ, ഭക്ഷണം കഴിക്കുമ്പോഴായിക്കോട്ടെ, ഉറങ്ങുന്നത് വരെ ആയിക്കോട്ടെ, ഏത് സാഹചര്യത്തിലും മനസ്സിൽ നിത്യമായിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പവർഫുള്ളായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മന്ത്രങ്ങളാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ വെച്ച് ആരാധിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള അമ്പലത്തിൽ എവിടെയാണോ അവിടെ നിങ്ങൾക്ക് പോയി പ്രാർത്ഥിച്ച് ശേഷം നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാം. ഏറ്റവും നല്ലത്, നിങ്ങൾ മനസ്സിൽ ഭഗവാനോടുള്ള ഒരു ആരാധന കൃത്യമായിട്ടുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു നന്ദി പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇതിൽ നമുക്ക് ആദ്യത്തെ മന്ത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓം ശ്രീ വിഷ്ണുമായേ നമ. ഇതാണ് ആദ്യത്തെ മന്ത്രം. ആർക്കും ഏത് കാര്യവും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമെന്നല്ല, ഒരു പഠിപ്പിൻ്റെ കാര്യങ്ങളുണ്ടായിരിക്കുക, വിവാഹം കൃത്യമായിട്ട് വരണം എന്നുള്ളവരുണ്ടായിരിക്കാം. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു പ്രശ്നം എടുത്തു പറയാനൊന്നുമില്ല. നിത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായി പോകണം, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂളിവാക സുധായ നമ. ഓം കൂളിവാക സുധായ നമ. മക്കളെയൊക്കെ ആഗ്രഹിക്കുന്നവരായിട്ട്, അതായത് പേരക്കിടാങ്ങൾക്ക് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഭഗവാനെ വളരെയധികം ആരാധിക്കുകയാണ്, ഭഗവാൻ നൽകുന്നുണ്ട്, നമ്മളൊന്നും ചോദിക്കുന്നില്ല, അതിന് നമുക്ക് ഈ ഒരു മന്ത്രം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഓം മംഗളരൂപായ നമ. നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുൻപേയും നമുക്ക് ഈ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ മോഹനരൂപായ നമ. ഓം മോഹനരൂപായ നമ. അതായത് ഭഗവാനെ ആരാധിച്ച് വർണ്ണിക്കുകയാണ്. ഓം ഷൺമുഖ സോദരായ നമ. അതായത് ഭഗവാന്റെ സഹോദരനാണ് ഷൺമുഖൻ. ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, കച്ചവട സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് ഓം ഷൺമുഖ സോദരായ നമ. അതുപോലെ തന്നെ ഓം ജഗദ്ഗുരുവേ നമ. ഇനി നിങ്ങൾ ഭൂമി കച്ചവടം ഒക്കെ ആയിട്ട് ചെയ്യുന്നവരാണ്, മറ്റുള്ളവരെ മുഷിപ്പിക്കാനൊന്നും പറ്റില്ല, കാര്യങ്ങളൊക്കെ വളരെ സക്സസ് ആയിട്ട് നടക്കണം. ഇതിൽ എല്ലാ മന്ത്രങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു മന്ത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓം ശാന്തസ്വരൂപായ നമ. ഓം ശാന്തസ്വരൂപായ നമ. ഓം കാരുണ്യമൂർത്തയേ നമ. ഓം കാരുണ്യമൂർത്തയേ നമ. ഈ ഒരു മന്ത്രം ചൊല്ലാം. അതുപോലെ തന്നെ ഭക്തൻ ആരാധന, അതായത് വിവാഹ തടസ്സം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് അത്രയ്ക്കധികം ഇഷ്ടം തോന്നി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഓം പ്രേമസ്വരൂപായ നമ. ഓം പ്രേമസ്വരൂപായ നമ. അതുപോലെ തന്നെ നമുക്ക് ഓം ജഗത് പ്രിയേ നമ. എല്ലാ കാര്യങ്ങളും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണത്. നന്നായി നൃത്തമൊക്കെ കളിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, കലാപരമായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓം മധുപ്രിയായ നമ. ഓം പായസനപ്രിയായ നമ. ഓം പാനകപ്രിയായ നമ. ഇത് മൂന്നും കഴിഞ്ഞിട്ട് ഓം നൃത്തപ്രിയായ നമ. ഓം നൃത്തപ്രിയായ നമ. ഭഗവാൻ അത്രയ്ക്കധികം ആ ഒരു മന്ത്രത്തിൽ സന്തോഷിക്കും. ഏതൊരു നൃത്തത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതൊരു കലാപരമായ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഭഗവാന് ഒരു തരി മധുരം സമർപ്പിക്കുക.
അതിനുശേഷം പ്രാർത്ഥിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വിജയം, ഒരു സന്തോഷം, ഒരു അംഗീകാരം അതെന്തായാലും ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ശനിയൊക്കെ ബാധിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ശനിയുടെ ഉപദ്രവമൊക്കെ സഹിക്കാൻ വയ്യാതെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. ഓം വിഷ്ണുമായേ നമ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നീരാഞ്ജന പ്രിയായ നമ. ഭഗവാൻ അവിടെ തടുത്ത് നിർത്തിക്കോളും. ശനി ഉപദ്രവകാരിയൊന്നുമല്ല, ഒരുപാട് നമ്മളെ വിഷമിപ്പിക്കും, ശരി തന്നെയാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം ഫിൽട്ടർ ചെയ്ത് നല്ലൊരു ലൈഫ് സ്റ്റൈലും കൂടി നമുക്ക് കൊണ്ടുവന്ന് തരും. അതിന് നമുക്ക് ഭഗവാന്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ അത് വളരെ അതിഗംഭീരമായിട്ട് മാറും. ഇനി ഏതെങ്കിലും തർക്കങ്ങൾ, മനോവിഷമങ്ങൾ, തെറ്റിദ്ധാരണകൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓം സത്യപ്രിയായ നമ, ഓം സത്യപ്രിയായ നമ അത് നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇനി നിശ്ചിതമായിട്ട് ഒരൊറ്റ കാര്യം സാധിച്ചു കിട്ടിയാൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാക്കിയെല്ലാം എന്താവോ ആയിക്കോട്ടെ, ഭഗവാൻ തരുന്നത് പോലെ സ്വീകരിക്കാം. എനിക്ക് ആ ഒരൊറ്റ കാര്യം അതൊന്ന് വേണം. അങ്ങനെയാണെങ്കിൽ ഓം ഇഷ്ടവരദായ നമ, ഓം ഇഷ്ടവരദായ നമ. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു സമയത്തും ഏതൊരു ആവശ്യത്തിലും നിത്യമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കാം. ഇന്ന പർപ്പസ് എന്നൊന്നുമില്ല. ഓം സർവരക്ഷ സ്വരൂപായ നമ, ഓം സർവസിദ്ധിപ്രദായ നമ. ഇത് ഏറ്റവും കൂടുതൽ ഓം സർവസിദ്ധിപ്രദായ നമ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികൾ അവരാണ് ഏറ്റവും കൂടുതൽ അവർക്കത് ഉപകാരപ്പെടുക. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് നേടാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് നേടാനും കഴിവ് തെളിയിക്കാനും ഒക്കെ പറ്റുന്ന ഒരു മന്ത്രമാണത്. ഇനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓം അനന്ത ശക്തിയെ നമ. ഭഗവാനെല്ലാം സമർപ്പിച്ച്, അതായത് ഭഗവാന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഓം മഹാമായേ നമ. അതായത് ഭഗവാൻ എന്താണോ തരുന്നത് അതിൽ സർവ സംപ്രീതനാണ് നമ്മൾ എന്നുള്ളത് വെച്ച് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നതാണത്. ഇനി ഓം ശിവസുധായ നമ. അക്ഷരാർത്ഥത്തിൽ ഭഗവാനെ നമ്മൾ എല്ലാം കൊണ്ടും എല്ലാ കാര്യങ്ങൾക്കും ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭഗവാനല്ലാതെ വേറൊന്നുമില്ല. ഇനി ഓം സർവ രോഗഹരായ നമ. അസുഖങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം നിത്യമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കാം. ഇനി ധനത്തിന് കൊടുത്ത പണം അല്ലെങ്കിൽ കിട്ടാനുള്ള പണം, സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓം ധനപതയേ നമ, ഓം ധനപതയേ നമ അങ്ങനെ ചൊല്ലാം. അതുപോലെ തന്നെ നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓം പാർവതി പുത്രായ നമ എന്നുള്ളത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നിത്യമായിട്ട് ഓം സർവ സമ്പൽ പ്രദയേ നമ. ബിസിനസ്സുകാർ അല്ലെങ്കിൽ അല്ലാത്തവർക്കും ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ് ഓം വരദായ നമ. അതുപോലെ തന്നെ ഓം സർവാനന്ദ മായേ നമ, ഓം സർവേശ്വരായ നമ. അതുപോലെ തന്നെ ഓം കലികാല പ്രത്യക്ഷ മൂർത്തയെ നമ. നമ്മൾ നേരത്തെ പറഞ്ഞു ശനിയുടെ ഉപദ്രവങ്ങൾ കാര്യമുണ്ടെങ്കിൽ ഈ ഒരു പ്രാർത്ഥന ചൊല്ലാവുന്നതാണെന്നുള്ളത്. അതുപോലെ തന്നെ ഓം മഹാശക്തി ചൈതന്യ മൂർത്തയെ നമ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേതാണോ ആവശ്യം എന്ന് മനസ്സിലാക്കി ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രാർത്ഥന തുടങ്ങുമ്പോഴും അതിന് മുന്നേ ഓം വിഷ്ണുമായേ നമ, ഓം വിഷ്ണുമായ കുട്ടിച്ചാത്തായ നമ, ഓം വിഷ്ണുമായേ നമ ഈ ഒരു മന്ത്രം തീർച്ചയായിട്ടും ഏത് മന്ത്രമാണോ ചൊല്ലാൻ തുടങ്ങുന്നത് വെച്ചാൽ അതിന് മുന്നേ ഈ ഒരു 2 മന്ത്രം തീർച്ചയായിട്ടും നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടായിരിക്കണം. എന്നാലാണ് ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇനി സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും, ആവശ്യങ്ങളായിരിക്കും എന്ന് അതിനെക്കുറിച്ച് അറിയാനാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. കൃത്യമായിട്ടുള്ള വിവരം നിങ്ങൾക്ക് കിട്ടും. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഏതും എത്രയും വേഗം സാധിക്കട്ടെ.